കളർ കോഡ്. നമ്മുടെ കയ്യിലൊരു കാർബൺ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആ കാർബൺ റെസിസ്റ്ററിൻ്റെ കളർ നോക്കിയിട്ട്, കളർ റിങ്ങുകൾ നോക്കിയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഞാനൊരു കാർബൺ റെസിസ്റ്റർ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും, ഒരു ഡംബൽ ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് കാർബൺ റെസിസ്റ്ററുകളെ കാണാനായിട്ട് സാധിക്കുക. 3 കളർ റിങ്ങുകൾ അടുപ്പിച്ചും ഒരു റിങ് ഒരല്പം നീങ്ങിയിട്ടുമായിരിക്കും. ഒരു പക്ഷേ ആ 4ാമത്തെ റിങ് അവിടെ ഉണ്ടായിരിക്കണമെന്നുമില്ല. പക്ഷേ ആദ്യത്തെ 3 റിങ്ങുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ബോർഡിൽ വരച്ചിരിക്കുന്നത് വളരെ വലിയൊരു കാർബൺ റെസിസ്റ്റർ ആണെങ്കിലും ഒരു 1 സെൻറ്റിമീറ്ററിനേക്കാൾ ലെങ്ത്ത് കുറവായിരിക്കും ശരിക്കുമുള്ള ഒരു കാർബൺ റെസിസ്റ്ററിന്. ഇനി ഈ കളർ റിങ്ങുകൾ നോക്കി നമുക്ക് എങ്ങനെ ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നിങ്ങൾ ഒരു ടേബിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വേറൊരു ടേബിളും കൂടി നമുക്ക് നോക്കണം. ചെറിയൊരു എക്സാമ്പിളും നമുക്ക് ചെയ്യണം. ആദ്യമായി ആദ്യത്തെ ടേബിൾ നോക്കാം. ഇതിൽ 10 കളറുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ കോളത്തിൽ 3 കോളമാണുള്ളത്. ആദ്യത്തെ ടേബിളിന് 3 കോളമാണുള്ളത്. ആദ്യത്തെ കോളത്തിൽ കുറച്ച് കളറുകൾ എഴുതിയിട്ടുണ്ട്. 10 കളറുകളെ കാണാം. രണ്ടാമത്തെ കോളത്തിൽ ആ കളറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ നമ്പർ. മൂന്നാമത്തെ കോളത്തിൽ അതേ കളറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 10ൻ്റെ പവർ. ഇനി ഈ ഒരു ടേബിൾ നിങ്ങൾ മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നോക്കാം. ഏറ്റവും ആദ്യത്തെ കളർ ബ്ലാക്ക് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക് 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 10ൻ്റെ പവർ 10⁻0. 10⁻0 1 ആണെന്നുള്ള കാര്യം മറക്കരുത്. രണ്ടാമത്തെ കളർ ബ്രൗൺ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക് 1 ആണ്. അതിൻ്റെ 10ൻ്റെ പവർ 10⁻1. മൂന്നാമത്തേത് റെഡ്. ന്യൂമറിക് 2 ആണ്. 10ൻ്റെ പവർ 10⁻2. അതായത് ഇവിടെ എത്രയാണോ ന്യൂമറിക്കൽ ഡിജിറ്റ് വരുന്നത് ആ ന്യൂമറിക്കൽ ഡിജിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് എഴുതാം? 10ൻ്റെ പവർ എഴുതാം. 0 ആണെങ്കിൽ 10⁻0, 1 ആണെങ്കിൽ 10⁻1, 2 ആണെങ്കിൽ 10⁻2. അതേപോലെ 10 കളറുകൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് 3 10⁻3, യെല്ലോ 4 10⁻4, ഗ്രീൻ 5 10⁻5, ബ്ലൂ 6 10⁻6, വയലറ്റ് 7 10⁻7, ഗ്രേ 8 10⁻8 ആൻഡ് വൈറ്റ് 9 10⁻9. ഈ ഒരു കളറുകൾ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, കളറുകളും ന്യൂമറിക്കും അതിൻ്റെ 10ൻ്റെ പവർ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് സുഖമായി കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് മുമ്പ് ഈ ഒരു ടേബിൾ ഓർത്ത് വയ്ക്കാനായിട്ട് ചെറിയൊരു ഷോർട്ട് ഫോം പറഞ്ഞുതരാം. നമ്മൾ വിബ്ജിയോർ എന്ന് പറയാറുണ്ട്. 7 കളറുകളെ ഓർത്ത് വയ്ക്കാനായി വിബ്ജിയോർ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ഷോർട്ട് ഫോം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേറെ ഷോർട്ട് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോമാണ് BBROY. BB റോയ് ഒരു പേഴ്സൺ ആണ്, ഒരാളുടെ പേരാണ് BB റോയ്. ഗ്രേറ്റ് ബ്രിട്ടൻ, അദ്ദേഹം താമസിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. വെരി ഗുഡ് വൈഫ്, അദ്ദേഹത്തിന് വളരെ നല്ലൊരു ഭാര്യയുമുണ്ട്. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. ഷോർട്ട് ഫോമാണ് BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. എല്ലാതിൻ്റെയും ആദ്യത്തെ ലെറ്ററുകൾ എടുത്ത് ഞാനൊരു ഷോർട്ട് ഫോം ഉണ്ടാക്കി. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. ഇനി ആദ്യത്തെ 2 വീല് ഏറ്റവും ആദ്യത്തെ കളറ് ബ്ലാക്ക് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. BB റോയ് 2 B അടുപ്പിച്ച് വരുന്നതുകൊണ്ട് ഏത് കളറാണ് ആദ്യം? ബ്ലാക്ക് ആണ് ആദ്യം. BBROY, BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. ഇനി അതിൻ്റെ ന്യൂമറിക്ക് എളുപ്പമാണ്. 0 മുതൽ 9 വരെ 10ൻ്റെ പവറുകളും 10⁻0 മുതൽ 10⁻9 വരെ. ഇനി ഏതൊരു റെസിസ്റ്റർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ശരിക്കുമുള്ള റെസിസ്റ്റൻസിൽ നിന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന റെസിസ്റ്റൻസിൽ നിന്ന് ഒരല്പം കൂടുതലോ കുറവോ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് 10 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററാണ്. ഞാനത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി. പക്ഷേ ഉണ്ടാക്കിയതിന് ശേഷം ഞാനതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോൾ ഒരു പക്ഷേ 99 ഓം ആയിരുന്നു. അതും അല്ലെങ്കിൽ 101 ഓം ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഒരല്പം റെസിസ്റ്റൻസ് കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കാം. ആ ഒരു റേഞ്ചിന് നമ്മൾ ടോളറൻസ് എന്നാണ് വിളിക്കുന്നത്. ശരിക്കുമുള്ള വാല്യൂവിൽ നിന്നുള്ള മാറ്റം, അതാണ് ടോളറൻസ്. ആ ടോളറൻസിനെ
നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ടേബിളാണ് രണ്ടാമത്തേത്. കളറുണ്ട്, ഗോൾഡ്, സിൽവർ, അല്ലെങ്കിൽ മൂന്നാമത്തേത് കളറൊന്നും ഇല്ല. ടോളറൻസ് ±5%, സിൽവർ ആണെങ്കിൽ ±10%, കളറൊന്നും ഇല്ലെങ്കിൽ ±20%. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. എൻ്റെ കയ്യിൽ ഒരു കാർബൺ റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള കാർബൺ റെസിസ്റ്റർ. അതിൻ്റെ ആദ്യത്തെ കളർ യെല്ലോ ആണ്, രണ്ടാമത്തെ കളർ വയലറ്റ് ആണ്, മൂന്നാമത്തെ കളർ ബ്രൗൺ ആണ്, നാലാമത്തെ കളർ ഗോൾഡ് ആണ്. ആദ്യത്തെ 3 കളറുകളും നിങ്ങൾ പരിഗണിക്കേണ്ടത് ആദ്യത്തെ ടേബിളിൽ നിന്നാണ്. ആദ്യത്തെ 3 കളറുകൾ. നാലാമത്തെ കളർ അവിടെ ഉണ്ടെങ്കിൽ മാത്രം, ഒരുപക്ഷെ നാലാമത്തെ കളർ അവിടെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. നാലാമത്തെ കളർ അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ ടോളറൻസ് ±20% ആണ്. നാലാമത്തെ കളർ ഉണ്ടെങ്കിൽ ആ കളർ ഒരുപക്ഷെ ഗോൾഡ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ സിൽവർ ആയിരിക്കാം. 2 ഓപ്ഷനേ ഉള്ളൂ. നാലാമത്തെ കളർ ഒന്നില്ലെങ്കിൽ, കളർ ഉണ്ടെങ്കിൽ നാലാമത്തെ കളർ ഒന്നില്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കും, അതുമല്ലെങ്കിൽ സിൽവർ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു കാർബൺ റെസിസ്റ്ററിൽ ഉണ്ടായിരുന്ന കളർ റിങ്ങുകളെങ്കിൽ എങ്ങനെ ഈ കളർ റിങ്ങുകൾ ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായി സാധിക്കും? വളരെ എളുപ്പമാണ്. ആദ്യത്തെ 2 കളറുകളുടെ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എടുത്തെഴുതുക. ആദ്യത്തേത് എത്രയാണ്? യെല്ലോ. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ പരിശോധിക്കാം. 4 ആണ്. ഞാൻ 4 എടുത്തെഴുതി. രണ്ടാമത്തെ കളർ വയലറ്റ് ആണ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 7. അപ്പോൾ ഞാൻ 4ഉം 7ഉം അടുപ്പിച്ചെഴുതി, 47. മൂന്നാമത്തെ കളർ നമുക്ക് തരുന്നത് 10ൻ്റെ പവറാണ്. അപ്പോൾ 47 ഇൻറ്റു മൂന്നാമത്തെ കളർ എത്രയാണ്? ബ്രൗൺ. ബ്രൗണിൻ്റെ 10ൻ്റെ പവർ എത്രയാണ്? 10⁻1. അങ്ങനെയെങ്കിൽ 47 ഇൻറ്റു 10⁻1 ഓം ആണ്, അല്ലെങ്കിൽ 470 ഓം ആണ് നമ്മുടെ കയ്യിലുള്ള കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ്. ഇനി ഒരു പക്ഷേ ആ 470ൽ നിന്ന് ഒരല്പം കുറവോ അല്ലെങ്കിൽ ഒരല്പം കൂടുതലോ ആയിരിക്കും. അതാണ് അതിൻ്റെ ടോളറൻസ്. നാലാമത്തെ കളറ് ഗോൾഡ് ആയതുകൊണ്ട് അതിൻ്റെ ടോളറൻസ് എത്രയാണ്? ±5%. അതായത് 470 എന്ന് പറയുന്ന ഓമിൽ നിന്ന്, 470 ഓമിൽ നിന്ന് വേണമെങ്കിൽ അതിൻ്റെ 5% റെസിസ്റ്റൻസ് കുറയുകയോ അല്ലെങ്കിൽ 5% റെസിസ്റ്റൻസ് കൂടുകയോ ചെയ്യാം. എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 100 ഓം ആണ് നമ്മുടെ കയ്യിലുള്ള റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. നാലാമത്തെ കളർ ഗോൾഡുമാണ്. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ 5% എന്ന് പറയുന്നത് 5 ഓമാണ്. ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് 95. അതായത് 100ൽ നിന്ന് 5% കുറയ്ക്കുക, 95. 100നോട് കൂടി 5% കൂട്ടുക, 105. നമ്മുടെ കയ്യിലുള്ള ആ ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ, നമ്മൾ ഉദ്ദേശിച്ചത് 100 ഓം ആണെങ്കിലും ആ കാർബൺ റെസിസ്റ്ററിൻ്റെ ടോളറൻസ് 5% ആയതുകൊണ്ട് ശരിക്കുമുള്ള റെസിസ്റ്റൻസ് 95നും 105 ഓമിനും ഇടയിലായിരിക്കും. ഇത്രയുമാണ് നമുക്ക് കളർ കോഡിൻ്റെ കീഴിലായിട്ട് പറയാനുള്ളത്. നാലാമത്തെ കളർ അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ അത് ഗോൾഡോ സിൽവറോ ആയിരിക്കും. ഗോൾഡ് ആണെങ്കിൽ ±5%, സിൽവർ ആണെങ്കിൽ ±10% ആയിരിക്കും. ഇനി നാലാമത്തെ കളർ അവിടെ ആബ്സെൻ്റ് ആണെങ്കിലോ നോ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 47 ഇൻറ്റു 10⁻1 ഓം. കളർ ഒന്നും ഇല്ലെങ്കിൽ, നാലാമത്തെ റിങ് അവിടെ ഇല്ലെങ്കിൽ ±20% ആണ് അവിടുത്തെ ടോളറൻസ്. ഈ ഒരു ടേബിളും നമുക്കറിയാമെങ്കിൽ സുഖമായി ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ 2 കളറുകളുടെ ന്യൂമറിക്ക് നമ്മൾ എടുത്തെഴുതുന്നു. മൂന്നാമത്തെ കളറിൻ്റെ 10ൻ്റെ പവർ നമ്മൾ എടുത്തെഴുതുന്നു. ആദ്യത്തെ 2 കളറുകളുടെ ന്യൂമറിക്ക് അടുപ്പിച്ചെഴുതുക, മൾട്ടിപ്ലൈഡ് വിത്ത് മൂന്നാമത്തെ കളറിൻ്റെ 10ൻ്റെ പവർ എടുത്തെഴുതുന്നു. ഇനി നാലാമത്തെ കളർ ഉണ്ടെങ്കിൽ നമ്മൾ ± ഇട്ട് ആ കളറിൻ്റെ ടോളറൻസും എഴുതുന്നു. ഗോൾഡ് ആണെങ്കിൽ ±5%, സിൽവർ ആണെങ്കിൽ ±10%, ഇനി കളറൊന്നും ഇല്ലെങ്കിൽ ±20%.